എന്തേ കുഞ്ഞുമണികളെ ഇന്നലെ പറഞ്ഞു? അരിഷ്ടാസുരൻ എന്ന് പറഞ്ഞ കാളയുടെ വരവിനെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയല്ലേ. ആ അരിഷ്ടാസുരന്റെ വരവ് തന്നെ പറഞ്ഞു എല്ലാവർക്കും ഭയപ്പാടുണ്ടാക്കിക്കൊണ്ടായിരുന്നു. ആ ഗോകുലത്തിലുള്ളവരുടെ നിത്യനിദാനം എങ്ങനെയാ നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മല്ലേ? പശുക്കളെ ഗോപൂജയും ഒക്കെ ഓരോ ദിവസവും ഓരോതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പശുക്കളിൽ നിന്ന് കിട്ടുന്ന പാലുൽപ്പന്നങ്ങളെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനത്തെ പശുക്കളൊക്കെ അടക്കം പേടിച്ച് ചിലവർ പ്രസവിക്കാനിറങ്ങിയവർ പ്രസവിച്ചു, ചിലവർക്ക് അലസിപ്പോയി, ചിലവർ പേടിച്ച് പറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണു. പിന്നെ അതിൻ്റെ പുറമെ ഈ അരിഷ്ടാസുരൻ തൻ്റെ വാലൊന്ന് മുകളിലേക്ക് കയറ്റി ഒരു വീശല് വീശിന്നാ പറയണ. എന്തുപോലെയാ തോന്നിയേ? ആ മേഘത്തിന്റെ ഇടയിൽ പോയി കൊള്ളുമോ എന്ന് തോന്നിയ അത്രയ്ക്കും ഉച്ചത്തിലാണ് ആ പുച്ഛം വാല് വീശിയത്. ആ പുച്ഛാഗ്രഹത്തിൽ കൂടി നമുക്ക് തോന്നും ഇപ്പം ആ ചന്ദ്രനെയോ സൂര്യനെയോ ആരെയും വലിച്ചു കൊണ്ടുവരുവാ എന്ന് പറഞ്ഞാൽ ആ അരിഷ്ടൻ എന്ന് പറഞ്ഞ ആ കാളയുടെ വലിപ്പമൊന്നും ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും. പിന്നെ ഓരോ കാലടി വെക്കുമ്പോൾ ഭൂമി തന്നെ കുലുങ്ങുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോയി. ഇനി അതിന്റെ പുറമെ ഇനി അവരുടെ ഈ അരിഷ്ടന്റെ നേത്രത്തെ കുറിച്ച് പറയാ. ചുവപ്പിച്ച് ഇനി കണ്ടാ തന്നെ ഭയപ്പാടുണ്ടാക്കുന്ന വിധത്തിലാണ് അതിന്റെ നേത്രം. അതിങ്ങട്ട് വരുന്നത് കണ്ടപ്പോ എന്താ പറയണ്ടേ, ഗോകുലത്തിലുള്ളവരെല്ലാവരും പേടിച്ച് കരഞ്ഞ്. കുട്ടികൾക്കൊക്കെ പേടിയാവില്ലേ ആ രംഗങ്ങൾ കണ്ടാല്? ഇല്ലേ കുട്ടികളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മുമ്പിലേക്ക് കൊമ്പും കൊളമ്പും വാലും ഒക്കെ ഇതാക്കി കണ്ണ് ചോപ്പിച്ച് ഒരു കാളക്കൂറ്റം തന്നെ അങ്ങോട്ട് വരുന്നത് കണ്ട ഒരു മല. ഇപ്പൊ നാട്ടില് കാട്ടാനൊക്കെ ഇറങ്ങിയെന്ന് കേൾക്കാറില്ലേ കുട്ടികളെ? ഓരോ ദിവസവും വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ പറയണ കേൾക്കുണ്ടാവൂലേ? കാട്ടാന ഇന്നലെ മിനിയാന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരെ കുത്തി മറിച്ചു എന്നൊക്കെ. അതുപോലെയാണ് ഈ അരിഷ്ടൻ എന്ന് പറഞ്ഞ കാള ഓടി ഓടി ഇങ്ങോട്ട് വന്നു. ഇവര് പേടിച്ചിട്ട് ഗോകുലത്തിലുള്ള കുട്ടികളും പിന്നെ പശുക്കുട്ടികൾക്കും ഇത് കണ്ടാ പേടിയാവില്ലേ? നമ്മളെ കുത്താൻ തക്കോണാണ് വരുന്നത്. നമ്മളെ അടുത്തേക്ക് കുത്താൻ തക്കോണ ഒരു സാധനം വന്നാൽ നമുക്ക് പേടിയാവില്ലേ? കുട്ടികളൊക്കെ ഉറക്കെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. പശുക്കളുടെ ശബ്ദം ഇങ്ങനെ ഗോപക്കുട്ടികൾ, അതിൽ കുറച്ച് വലിയ കുട്ടികൾ, ചെറിയ കുട്ടികളല്ലാത്ത വലിയ കുട്ടികൾ എന്ത് ചെയ്തു? ഓടി. എങ്ങോട്ടോടി? ഉള്ളിലേക്ക്. എവിടെ? നമ്മളെ കണ്ണനും രാമേട്ടനും ഉള്ള അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. പുറത്ത് പേടിപ്പെടുത്തുന്ന ഒരു രൂപം വന്ന് നിൽക്കുന്നുണ്ട്. എന്താന്നറിയില്ല, എല്ലാവരും പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എന്താന്നറിയോ? ഒന്ന് വന്ന് നോക്കുവോ എന്ന് ചോദിച്ചു. എല്ലാം അറിയുന്ന നമ്മളെ മായക്കണ്ണൻ ഒന്ന് ചിരിച്ചു. ആ അപ്പം വരാ. ഇവർക്കറിയില്ലല്ലോ അതൊക്കെ മായ. ഉണ്ണിക്കണ്ണൻ അറിയാത്ത ഒരു കാര്യം ലോകത്ത് നടക്കുമോ എൻ്റെ പൊന്നുകുട്ടികളെ? ഇല്ലല്ലോ. അങ്ങനെ വന്നതാരാന്നറിയാന്നുള്ള നിലയ്ക്ക് ഉണ്ണിക്കണ്ണൻ ആ ഗോപക്കുട്ടികളോടുകൂടി പുറത്തേക്ക് വന്നുട്ടോ.